വന്നു അല്ലേ ഓഫർ സമയത്ത് കുറഞ്ഞ വിലയ്ക്ക് ഫോൺ വാങ്ങിക്കാൻ. എനിവേ ഞാൻ കഴിഞ്ഞ 2-3 ദിവസമായിട്ട് ആമസോണിലുള്ള ഗ്രേറ്റ് ഇന്ത്യൻ ഷോപ്പിംഗ് ഫെസ്റ്റിവൽ ആൻഡ് ഫ്ലിപ്കാർട്ടിലുള്ള ബിഗ് ബില്യൺ ഡേ സെയിലിൽ വന്നിരിക്കുന്ന എല്ലാ സ്മാർട്ട് ഫോൺ ഓഫറുകൾ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആൻഡ് ഫൈനലി 10,000 to 1 lakh rupees, അതായത് 10,000 രൂപ തൊട്ട് 1,00,000 രൂപ വരെയുള്ള ദി ബെസ്റ്റ് സ്മാർട്ട് ഫോൺ ഓഫേഴ്സ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോവാണ്. നിങ്ങൾക്കുള്ള ടാസ്ക് ആണ് ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിൽ മെൻഷൻ ചെയ്യാൻ പോകുന്ന ഏതെങ്കിലും ഫോൺ നിങ്ങൾ ഓൾറെഡി ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ റിയൽ ലൈഫ് യൂസർ എക്സ്പീരിയൻസ് താഴെ കമന്റ് ബോക്സിൽ ഷെയർ ചെയ്യാൻ മറക്കണ്ട. അത് എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയിരിക്കും. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള യൂസ്ഫുൾ വീഡിയോസിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. കൂടുതൽ സമയം വേസ്റ്റ് ചെയ്യാം. ലെറ്റ്സ് റോ. സോ നമുക്ക് 10,000 rupees, അതായത് 10,000 രൂപയുടെ താഴെയുള്ള പ്രൈസ് സെഗ്മെന്റിൽ നിന്ന് കയറി 1 lakh rupeesലേക്ക് പോകാം. ഓക്കെ, സോ 10,000 rupeesന്റെ താഴെ നിങ്ങളുടെ ബഡ്ജറ്റ് ഭയങ്കര മിനിമം ആണെങ്കിൽ, അതായത് 7,000 rupees ഒക്കെ ആണെങ്കിൽ പോക്കോ M6 ആണ് ദി ബെസ്റ്റ് ഓപ്ഷൻ. ഇത് 5G ഫോൺ ആണ്. ഈ പ്രൈസിൽ 5G ഫോൺ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഓക്കെ, 7,499 രൂപയുടെ ഓഫർ പ്രൈസിലാണ് ഫ്ലിപ്കാർട്ടിൽ വന്നിരിക്കുന്നത്. പിന്നെ ഫ്ലിപ്കാർട്ടും ആമസോണും കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടി ക്ലിയർലി മെൻഷൻ ചെയ്യാം ആമസോൺ ആൻഡ് ഫ്ലിപ്കാർട്ട്. സോ നിങ്ങളുടെ ബഡ്ജറ്റ് ജസ്റ്റ് 10,000 മേളിലാണെങ്കിൽ നിങ്ങൾക്ക് വീഗൻ ലെതർ ബാക്ക് വേണമെങ്കിൽ മോട്ടോ G45 ചെക്ക്ഔട്ട് ചെയ്യാം. 10,999 രൂപയുടെ ഓഫർ പ്രൈസിൽ ഫ്ലിപ്കാർട്ടിൽ കിടപ്പുണ്ട്. 6S Gen 3 ചിപ്സെറ്റ് ആണ് വരുന്നത്. ഡീസന്റ് ചിപ്സെറ്റ് ആണ് ഈ ഒരു പ്രൈസ് വെച്ച് നോക്കുമ്പോൾ. സ്മാർട്ട് കണക്റ്റിന്റെ ഫീച്ചർ ഉണ്ട്, ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. സോ ഓവറോൾ നോക്കുകയാണെങ്കിൽ നല്ല ഫീച്ചർ പാക്ഡ് ഫോൺ ആണ്. എന്നാൽ ഈ ഫോണിൽ HD+ ഡിസ്പ്ലേ ആണ് വന്നിരിക്കുന്നത്. ഓക്കെ, ഫുൾ HD+ ഡിസ്പ്ലേ തന്നെ വേണമെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ iQOOടെ Z9X നോക്കാം, അല്ലെങ്കിൽ വിവോയുടെ T3X. രണ്ടും എക്സാക്ട്ലി സെയിം ഫോൺസ് ആണ്. എന്നാൽ ആമസോണിൽ വരുന്ന iQOO Z9Xന്റെ പ്രൈസ് കുറവാണ്. 10,749 രൂപ കിട്ടും. ഓക്കെ, ഈ രണ്ട് ഫോണുകളുടെ ബാക്ക് ഡിസൈൻ വേറെയാണ്, ഡിഫറെന്റ് ഡിസൈനിലാണ് വരുന്നത്. പക്ഷെ നിങ്ങൾക്ക് ഡിസൈൻ പ്രശ്നമല്ല എങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ iQOO Z9X വാങ്ങിച്ച് നിങ്ങൾക്ക് പൈസ ലാഭിക്കാം. ഇനി നിങ്ങൾക്ക് മിനിമം പ്രൈസിൽ AMOLED ഡിസ്പ്ലേ വേണമെങ്കിൽ നല്ല വാല്യൂ ഫോർ മണി പോക്കോ X6 Neo എന്ന ഫോൺ ഉണ്ട്. ഫ്ലിപ്കാർട്ടിൽ അവൈലബിൾ ആണ്. 12,999 രൂപയാണ് ഓഫർ പ്രൈസ്. 120 Hz റിഫ്രഷ് റേറ്റ് ഉള്ള AMOLED ഡിസ്പ്ലേ ഉണ്ട്. Dimensity 680 5G ചിപ്സെറ്റ്, 108 മെഗാപിക്സൽ ക്യാമറ കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ഈ പ്രൈസിൽ 12,999 എന്ന പ്രൈസിൽ ഒരു ഡീസന്റ് ഓൾറൗണ്ട് AMOLED ഡിസ്പ്ലേ ഉള്ള ഫോൺ വേണമെങ്കിൽ പോക്കോ X6 Neo നോക്കാം. 12,999 രൂപയുടെ ഇതേ പ്രൈസിൽ നിങ്ങൾക്ക് നത്തിങ്ങിന്റെ ഒരു ഫോൺ വേണമെങ്കിൽ നത്തിങ്ങിന്റെ സബ് ബ്രാൻഡായ CMF Phone 1 12,999 ഓഫർ പ്രൈസിൽ ഫ്ലിപ്കാർട്ടിൽ കിടപ്പുണ്ട്. 120 Hz AMOLED ഡിസ്പ്ലേ, പോക്കോ X6 Neoനേക്കാളും പവർഫുൾ ആയ Dimensity 7300 ചിപ്സെറ്റ്. പിന്നെ അറിയാലോ ഇതിന്റെ ബാക്ക് മാറ്റി യൂസ് ചെയ്യാം. സ്ക്രൂ ഊരിയിട്ട് പുതിയ ആക്സറീസ് ഫിറ്റ് ചെയ്യാൻ പറ്റും. എന്നാൽ ഈ ഫോണിന്റെ വലിയൊരു അഡ്വാൻറ്റേജ് ആണ് നത്തിങ് OS. 15,000 rupees അല്ലെങ്കിൽ ഇപ്പം ഓഫർ പ്രൈസ് നോക്കുകയാണെങ്കിൽ 13,000 rupeesന്റെ താഴെ നിങ്ങൾക്ക് ദി ബെസ്റ്റ് സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് വേണമെങ്കിൽ CMF Phone 1 സെലക്ട് ചെയ്യാം. അതിനോടൊപ്പം തന്നെ ഇപ്പോൾ ഓഫർ പ്രൈസ് വെച്ച് നോക്കുമ്പോൾ ക്യാമറ പെർഫോമൻസ് നല്ലതാണ്. ഒരേ ഒരു ഇഷ്യൂ എന്താണെന്ന് വെച്ചാൽ ഈ ഫോണിന്റെ ബോക്സിൽ നിങ്ങൾക്ക് ചാർജർ കിട്ടൂല. സോ നിങ്ങളുടെ കയ്യിൽ ചാർജർ ഇല്ല എങ്കിൽ ആ പ്രൈസും കൂടെ ആഡ് ചെയ്യേണ്ടി വരും. 13,749 രൂപയ്ക്ക് ദി ബെസ്റ്റ് സാംസങ് ഓഫർ ആണ്. നിങ്ങൾ സാംസങ് ഫാൻസ് അല്ലെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു ഫോൺ ചെക്ക്ഔട്ട് ചെയ്യാം. നല്ല ഫീച്ചർ പാക്ഡ് ഫോൺ ആണ്. ആക്ച്വലി ഞാൻ ഈ ഒരു ഫോൺ 20,000 rupeesന്റെ താഴെ റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞ പോലെ 14,000 rupeesന്റെ താഴെയും വരുന്നുണ്ട്. അതാണ് സാംസങ് M35. ആമസോണിൽ കിടപ്പുണ്ട്. ഈ ഒരു ഫോൺ ഒരു സ്ലിം ലൈറ്റ് വെയിറ്റ് ബ്യൂട്ടിഫുൾ ഫോണൊന്നല്ല, നല്ല ബൾക്കി ഫോണാണ്. അറിയാലോ സാംസങ്ങിന്റെ ബഡ്ജറ്റ് ഫോൺസ് അങ്ങനെയായിരിക്കും. എന്നാൽ ഈ ഫോണിൽ 120 Hz AMOLED ഡിസ്പ്ലേ, 6000 mAh യമണ്ടൻ ബാറ്ററി, ഗൊറില്ല ഗ്ലാസ് വിക്ടസിന്റെ പ്രൊട്ടക്ഷൻ, സാംസങ്ങിന്റെ നോക്സ് സെക്യൂരിറ്റി, സെക്യൂർ ഫോൾഡർ, ഈവൻ NFC-ക്ക് വേണ്ടിയുള്ള സപ്പോർട്ടും ഈ ഫോണിൽ വരുന്നുണ്ട്. സോ നിങ്ങൾക്ക് ഈ ഫോൺ വെച്ച് ഇങ്ങനെ ടാപ്പ് ചെയ്ത് സാംസങ് പേ ഉപയോഗിച്ച് കോൺടാക്ട്ലെസ് പേയ്മെന്റ്സ് ഒക്കെ ചെയ്യാൻ പറ്റും. എന്നാൽ നത്തിങ്ങിന്റെ CMF ഫോണിൽ കണ്ട അതേ പ്രോബ്ലം ഇവിടെയുണ്ട്. അതായത് ബോക്സിൽ ചാർജർ വരുന്നില്ല. സോ അത് പ്രത്യേകം വാങ്ങിക്കേണ്ടി വരും. ഇനി 15,000 രൂപയുടെ താഴെ നിങ്ങൾ 12 GB RAM നോക്കുന്നുണ്ടെങ്കിൽ മോട്ടോറോള എന്ന ബ്രാൻഡിന്റെ മോട്ടോ G64 നോക്കാം. അത്യാവശ്യം നല്ലോണം വിറ്റുപോയ ഒരു ഫോണാണ്. ഈ ഫോണിലെ ഏക ഇഷ്യൂ ഇതിൽ AMOLED ഡിസ്പ്ലേ വരുന്നില്ല. 120 Hzന്റെ IPS LCD ഡിസ്പ്ലേ ആണ്. അത് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ ബാക്കിയെല്ലാം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നല്ലതാണ്. റിയൽമി ഈയിടെ ലോഞ്ച് ചെയ്ത Narzo 70 Turbo 5G എന്നൊരു ഫോൺ ഉണ്ട്. ഫോൺ നല്ലതാണ്, പക്ഷെ അതിൽ അങ്ങനെ ഓഫർ പ്രൈസ് ഒന്നും വന്നിട്ടില്ല. അതിന്റെ കൂടെ ബാങ്ക് ഡിസ്കൗണ്ട് എന്തായാലും കിട്ടും. ഡീസന്റ് പാക്കേജ് ആണ്. 120 Hzന്റെ AMOLED ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. Dimensity 7300 എനർജി ചിപ്സെറ്റ് ഒക്കെ ഉണ്ട്. സോ ഓവറോൾ പെർഫോമൻസ് നല്ലതാണ്. അൾട്രാവൈഡ് ക്യാമറ ഒന്നും ഇവിടെ കിട്ടൂല. എന്നാൽ നിങ്ങൾക്ക് 15,000 rupeesന് താഴെ അത്യാവശ്യം നല്ല പെർഫോമൻസും ഒരു ഓൾറൗണ്ട് റിയൽമി പാക്കേജ് വേണമെങ്കിൽ ഈ റിയൽമി 70 Turbo നോക്കാം. എന്നാൽ 15,000 രൂപയുടെ താഴെ ദി ബെസ്റ്റ് വാല്യൂ ഫോർ മണി ഫോൺ, പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഈ വീഡിയോസ്, അതായത് മൂവീസ്, TV സീരീസ്, യൂട്യൂബ് വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ദി മോസ്റ്റ് ബ്യൂട്ടിഫുൾ ഡിസ്പ്ലേ വരുന്നത് പോക്കോ X6-ലാണ്. സ്ലിം ബെസൽ ഉള്ള 1.5K 120 Hz OLED ഡിസ്പ്ലേ ആണ് ഇവിടെ തന്നിരിക്കുന്നത്. ഗൊറില്ല ഗ്ലാസ് വിക്ടസിന്റെ പ്രൊട്ടക്ഷൻ ഉണ്ട്. ഡോൾബി വിഷൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ ദി ബെസ്റ്റ് ഡിസ്പ്ലേ ഇൻ ദ സെഗ്മെന്റ് ആണ്. ഈവൻ അൾട്രാവൈഡ് ക്യാമറയും കൊടുത്തിട്ടുണ്ട്. 256 GB സ്റ്റോറേജും കിട്ടുന്നുണ്ട്. 67 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ 15,000 rupeesന്റെ താഴെ നിങ്ങൾക്ക് ഫീച്ചർ പാക്ഡ് ദി ബെസ്റ്റ് വാല്യൂ ഫോർ മണി ഫോൺ വേണമെങ്കിൽ ഫ്ലിപ്കാർട്ടിൽ 14,999 രൂപ കിടക്കുന്ന ഈ പോക്കോ X6 നിങ്ങൾക്ക് പ്രിഫർ ചെയ്യാം.
അറിയാം. ഇനിയാണ് 15,000 രൂപയുടെ മേളിൽ എന്നാൽ 20,000 രൂപയുടെ താഴെയുള്ള പ്രൈസ് സെഗ്മെന്റ്. ഓക്കെ, ഫസ്റ്റ് ഫോണാണ് റെഡ്മി നോട്ട് 13. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു ഫോണാണ്. എന്നാൽ ഇത് വിട്ടിട്ട് ഡയറക്ട്ലി ആ പോക്കോ X6 വാങ്ങിച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ പൈസ ലാഭിക്കാം. നെക്സ്റ്റ് ആണ് vivo/iQOO. സോ 15,999 ഓഫർ പ്രൈസിൽ ആമസോണിൽ iQOO Z9 കിടപ്പുണ്ട്. ഫ്ലിപ്കാർട്ടിൽ vivo T3 ഉണ്ട്. സ്ലിം ലൈറ്റ് വെയിറ്റ് ഫോണാണ്. നിങ്ങൾക്ക് പെർഫോമൻസ് പ്ലസ് ക്യാമറ പെർഫോമൻസ് രണ്ടും വേണമെങ്കിൽ തീർച്ചയായിട്ടും ഈ ഫോൺ ചെക്ക്ഔട്ട് ചെയ്യാം. Dimensity 7200 ചിപ്സെറ്റ്, 8GB റാം കിട്ടുന്നുണ്ട്. നല്ല പാക്കേജ് ആണ്. മോട്ടോറോള എന്ന ബ്രാൻഡിന്റെ മോട്ടോ G85 എന്നൊരു ഫോൺ ഫ്ലിപ്കാർട്ടിൽ കിടപ്പുണ്ട്. 15,999 രൂപയാണ്. ഡീസന്റ് പാക്കേജ് ആണ്. വീഗൻ ലെതർ ബാഗ് കിട്ടുന്നുണ്ട്. കർവ് ഡിസ്പ്ലേ ആണ്. സോണി സെൻസർ വിത്ത് OIS ഉണ്ട്. മോട്ടോറോള സ്മാർട്ട് കണക്ട് ഫീച്ചർ ഒക്കെ വരുന്നുണ്ട്. എന്നാൽ ഈ ഒരു ഫോൺ 4K റെക്കോർഡിംഗ് ആൻഡ് 4K പ്ലേ ബാക്ക് രണ്ടും സപ്പോർട്ട് ചെയ്യുന്നില്ല. സോ എന്റെ സജഷൻ ആയിരിക്കും, നിങ്ങളുടെ ബഡ്ജറ്റ് 20,000 റുപ്പീസ് ആണെങ്കിൽ നിങ്ങൾ മോട്ടോറോള ഫോൺ ആണ് നോക്കുന്നെങ്കിൽ ഞാൻ മറ്റൊരു ഫോൺ റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുക. 20,000 റുപ്പീസിന്റെ താഴെ അല്ലെങ്കിൽ ആക്ച്വലി 19,000 റുപ്പീസിന്റെ താഴെ 18,999 ആണ് പ്രൈസ്. ആ പ്രൈസിൽ ദി ബെസ്റ്റ് വാല്യൂ ഫോർ മണി പ്ലസ് ദി ബെസ്റ്റ് പെർഫോമൻസ് പ്ലസ് ദി ബെസ്റ്റ് ഡിസ്പ്ലേ വേണമെങ്കിൽ പോക്കോ X6 കണ്ടല്ലോ, അതിന്റെ പോക്കോ X6 Pro വരുന്നുണ്ട്. ആ പോക്കോ X6 ഉണ്ടായിരുന്ന എക്സാക്ട്ലി സെയിം 1.5K 120 Hz OLED ഡിസ്പ്ലേ ഉണ്ട്. എന്നാൽ അതിന്റെ കൂടെ നിങ്ങൾക്ക് തകർപ്പൻ, അതായത് 20,000 റുപ്പീസിന്റെ താഴെ ദി ബെസ്റ്റ് പെർഫോമൻസ് വേണമെങ്കിൽ അത് ഇവിടെ കിട്ടും. കാരണം ഈ ഫോണിൽ MediaTekന്റെ Dimensity 8300 അൾട്രാ ചിപ്സെറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ക്യാമറ പെർഫോമൻസ് ജസ്റ്റ് ഓക്കെ ആണ്. എന്നാൽ പെർഫോമൻസ്, പ്യുവർ പെർഫോമൻസ്, ഗെയിമിംഗ് പെർഫോമൻസ്, ഇതായിരിക്കും 20,000 താഴെയുള്ള എന്റെ ഗെയിമിംഗ് ഫോണിന് വേണ്ടിയുള്ള റെക്കമെൻഡേഷൻ. ഒരു ഇഷ്യൂ എന്താണെന്ന് വെച്ചാൽ ബാറ്ററി ഡ്രെയിൻ കുറച്ചുണ്ട്. അതായത് ഇത്രയും പവർഫുൾ ചിപ്സെറ്റ് ഉള്ളതുകൊണ്ട് നമ്മൾ ഗെയിമിംഗ് ഒക്കെ ചെയ്യുമ്പോൾ പൊടിക്ക് കൂടുതൽ ബാറ്ററി കൺസംഷൻ ഉണ്ട്. ഓക്കെ, ഇനി ഞാൻ മെൻഷൻ ചെയ്ത മോട്ടോ ഫോൺ, അതാണ് മോട്ടോ Edge 50 ഫ്യൂഷൻ. ഫ്ലിപ്കാർട്ടിലാണ് കിടക്കുന്നത്. 19,999 രൂപയാണ് ഓഫർ പ്രൈസ്. ഓക്കെ, സോ G85 വെച്ച് നോക്കുമ്പോൾ ഈ ഫോണിൽ കുറച്ചും കൂടി പവർഫുൾ, കുറച്ചും കൂടി നല്ല ചിപ്സെറ്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു ഫോണിൽ 4K റെക്കോർഡിംഗ് ആൻഡ് 4K പ്ലേ ബാക്ക് ഒക്കെ ചെയ്യാൻ പറ്റും. അത്യാവശ്യം നല്ല ക്യാമറ പെർഫോമൻസ് കിട്ടുന്നുണ്ട്. സോ നിങ്ങൾക്ക് 20,000 റുപ്പീസിന്റെ താഴെ നല്ല ഫോട്ടോഗ്രാഫി പെർഫോമൻസ് വേണമെങ്കിൽ, നല്ല കളർഫുൾ ഫോട്ടോസ് ഒക്കെ വേണമെങ്കിൽ ഈ ഒരു ഫോൺ ചെക്ക്ഔട്ട് ചെയ്യാം. ഒരു സർപ്രൈസ് ഫോൺ ഈ പ്രൈസ് സെഗ്മെന്റിൽ വന്നിട്ടുണ്ട്. അതാണ് നത്തിങ് ഫോൺ 2. ലൈറ്റ് കത്തുന്ന ഗ്ലിഫ് ഇന്റർഫേസ് ഒക്കെ ഉണ്ട്. 18,999 ആണ് പ്രൈസ്. ഫ്ലിപ്കാർട്ടിലാണ് കിടക്കുന്നത്. Dimensity 7200 Pro ചിപ്സെറ്റ് ആണ് വരുന്നത്. നത്തിങ് OS ഉണ്ട്. സോ തീർച്ചയായിട്ടും ഒരു ബാലൻസ്ഡ് ഫോൺ ആണ്. പ്രത്യേകിച്ച് നിങ്ങൾ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് ഒക്കെ നോക്കുന്നുണ്ടെങ്കിൽ, പിന്നെ ആ ബാക്കിലുള്ള ലൈറ്റ് ഒക്കെ വേണമെങ്കിൽ തീർച്ചയായിട്ടും നത്തിങ് ഫോൺ 2 നിങ്ങൾക്ക് ചെക്ക്ഔട്ട് ചെയ്യാം. ഇനി നമുക്ക് 25,000 രൂപ താഴെയുള്ള ഫോൺസ് നോക്കാം. സോ 20,000 to 25,000 പ്രൈസ് റേഞ്ചിലുള്ള ഫോൺസ് നോക്കാം. നിങ്ങൾ ഏറ്റവും വില കുറഞ്ഞ അല്ലെങ്കിൽ ഏറ്റവും അഫോർഡബിൾ OnePlusന്റെ ഫോൺ നോക്കുന്നുണ്ടെങ്കിൽ ആ നോഡ് CE4 ലൈറ്റ് ഒന്നും എടുക്കാൻ പോകണ്ട. നേരെ ഈ നോഡ് CE4 എടുത്തോളൂ. 21,999 ഓഫർ പ്രൈസിൽ ആമസോണിൽ കിടപ്പുണ്ട്. ഇതിന്റെ ഒരു ഓഫർ പ്രൈസ് വെച്ച് നോക്കുമ്പോൾ തീർച്ചയായിട്ടും നല്ലൊരു ഓൾറൗണ്ട് OnePlus പാക്കേജ് എന്ന് പറയാൻ പറ്റും. 120 Hz OLED ഡിസ്പ്ലേ ഒക്കെ ഉണ്ട്. 7 Gen 3 ചിപ്സെറ്റ് കൊടുത്തിട്ടുണ്ട്. ഈ ഫോണിന്റെ ഡീറ്റെയിൽഡ് റിവ്യൂ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്, ചെക്ക്ഔട്ട് ചെയ്യുക. ഓക്കെ, ഇനിയാണ് വീണ്ടും ഇരട്ടകൾ, അതായത് iQOO ആൻഡ് vivo. സോ ആമസോണിൽ iQOO Z9S Pro ഉണ്ട്. ഫ്ലിപ്കാർട്ടിൽ vivo T3 Pro ഉണ്ട്. എക്സാക്ട്ലി സെയിം പ്രൈസ് ആണ്, 21,999 രൂപ. വന്നിരിക്കുന്ന ഓഫർ പ്രൈസിൽ നല്ലൊരു ഓൾറൗണ്ട് സെറ്റപ്പ് ആണ്. പെർഫോമൻസ് കിട്ടും, അതിന്റെ കൂടെ തന്നെ നല്ല ക്യാമറ ഔട്ട്പുട്ട് നിങ്ങൾക്ക് ഈ രണ്ട് ഫോൺസിൽ നിന്ന് പ്രതീക്ഷിക്കാം. ഈ ഒരു ഓഫർ സെയിലിന്റെ വൺ ഓഫ് ദ ബെസ്റ്റ് ഓഫേഴ്സ് ആണ് ഞാനിപ്പോൾ മെൻഷൻ ചെയ്യാൻ പോകുന്നത്. അതാണ് പോക്കോയുടെ പോക്കോ F6. 22,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ദി ബെസ്റ്റ് ഗെയിമിംഗ് ഫോൺ അല്ലെങ്കിൽ പെർഫോമൻസ് ഫോൺ വേണമെങ്കിൽ സ്നാപ്ഡ്രാഗൺ 8S Gen 3 ഉള്ള പോക്കോ F6 ചെക്ക്ഔട്ട് ചെയ്യാം. കിഡിലൻ പാക്കേജ് ആണ്. അതായത് 120 Hz ബ്യൂട്ടിഫുൾ AMOLED ഡിസ്പ്ലേ, ഫ്ലാഗ്ഷിപ്പ് ലെവൽ 8S Gen 3 ചിപ്സെറ്റ്, UFS 4.0 സ്റ്റോറേജ്, ഡീസന്റ് ക്യാമറ. ഭയങ്കര ക്യാമറ പെർഫോമൻസ് ഒന്നുമില്ല, എന്നാൽ ഡീസന്റ് ക്യാമറ പെർഫോമൻസ് കിട്ടുന്നുണ്ട്. 90 വാട്ടിന്റെ ചാർജിങ്. ഈ പ്രൈസിൽ കിട്ടാവുന്ന ദി ബെസ്റ്റ് പെർഫോമൻസ് ഫോൺ ആണ് പോക്കോ F6. മോട്ടോറോള എന്ന ബ്രാൻഡിന്റെ 2 ഫോൺസ് ഉണ്ട്. ഒന്നാണ് മോട്ടോ Edge 50. ഫോൺ നല്ലതാണ്, പക്ഷെ അങ്ങനെ ഓഫർ പ്രൈസ് ഒന്നുമില്ല. മോട്ടോ Edge 50 Neo എന്നൊരു ഫോൺ ഉണ്ട്. ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു ഫോണാണ്. അതായത് ഈ പ്രൈസിൽ കിട്ടാത്ത കുറെ ഫീച്ചേഴ്സ് ഇവിടെ ഉണ്ട്. ഫോർ എക്സാമ്പിൾ IP68 റേറ്റിംഗ് ഉണ്ട്, മിലിറ്ററി ഗ്രേഡ് പ്രൊട്ടക്ഷൻ വരുന്നുണ്ട്, വയർലെസ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, കർവ് ഡിസ്പ്ലേ ഉണ്ട്, 3x ടെലിഫോട്ടോ പോർട്രേറ്റ് ക്യാമറ കൊടുത്തിട്ടുണ്ട്. നല്ല ക്യാമറ പെർഫോമൻസ് തരുന്ന ഒരു ഫോണാണ്. ഓക്കെ, സോ നിങ്ങളുടെ ബഡ്ജറ്റ് 22,999 ആണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഓൾറൗണ്ട് ക്യാമറ സെൻട്രിക് അല്ലെങ്കിൽ ഞാനിപ്പോൾ പറഞ്ഞ ഈ ഫീച്ചേഴ്സ് ഒക്കെ ഉള്ള ഒരു ഫോൺ നോക്കുന്നുണ്ടെങ്കിൽ മോട്ടോ Edge 50 Neo തീർച്ചയായിട്ടും ചെക്ക്ഔട്ട് ചെയ്യുക. 30,000 രൂപയുടെ താഴെ നിങ്ങളൊരു OnePlus ഫോൺ, അതായത് കുറഞ്ഞ വിലയ്ക്ക് നല്ല അത്യാവശ്യം പെർഫോമൻസ് ഉള്ള OnePlus ഫോൺ നോക്കുന്നുണ്ടെങ്കിൽ ഈ വർഷത്തെ അല്ല, കഴിഞ്ഞ വർഷത്തെ OnePlus 11 R ആക്ച്വലി 26,749 രൂപയ്ക്ക് ആമസോണിൽ കിടപ്പുണ്ട്. ഓക്കെ, കർവ് ഡിസ്പ്ലേ ഒക്കെ വരുന്നുണ്ട്, അറിയാലോ. ആ ഒരു 8+ Gen 1 ചിപ്സെറ്റ് ഒക്കെ ഉണ്ട്. റിയൽമി GT60 ഉണ്ട്, 25,500 രൂപയ്ക്ക് ഫ്ലിപ്കാർട്ടിൽ കിടപ്പുണ്ട്. പെർഫോമൻസ് ആണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ പോക്കോ F6ൽ ഇതിനേക്കാളും ബെറ്റർ പെർഫോമൻസ് കിട്ടും. ഇവിടെ 7+ Gen 3 ആണ്, അവിടെ 8S Gen 3 ആണ്. ഓക്കെ, സോ അവിടെ പോക്കോ F6 നോക്കിയാൽ മതി. അല്ലെങ്കിൽ ഏകദേശം അതേ പെർഫോമൻസ് ഉള്ള റിയൽമി ഫോൺ വേണമെങ്കിൽ ഈ റിയൽമി GT60 നിങ്ങൾക്ക് ചെക്ക്ഔട്ട് ചെയ്യാം. 30,000 രൂപയുടെ താഴെ നിങ്ങൾക്ക് സാംസങ്ങിന്റെ A35 കിട്ടും, M55 കിട്ടും, F55 കിട്ടും. ഇതെല്ലാം മറന്നേക്ക്, എന്നിട്ട് നേരെ പോയിട്ട് സാംസങ്ങിന്റെ S23 FE5
5G വാങ്ങിച്ചോളൂ. ഫ്ലാഗ്ഷിപ്പ് ലെവൽ ഫീച്ചേഴ്സ് കിട്ടും. എസ് സീരീസ് ഫോണാണ്. യെസ്, FE ആണെങ്കിലും എസ് സീരീസ് ഫോണാണ്. 120 ഹെർട്സിന്റെ AMOLED ഡിസ്പ്ലേ ഉണ്ട്. എക്സിനോസ് ചിപ്സെറ്റ് ആണെങ്കിലും അത്യാവശ്യം ഈ ഒരു പ്രൈസ് വെച്ച് നോക്കുമ്പോൾ നല്ല പവർഫുൾ എക്സിനോസ് ചിപ്സെറ്റ് ആണ്. ടെലിഫോട്ടോ ക്യാമറ വരുന്നുണ്ട്. ഗാലക്സി AI എല്ലാ ഫീച്ചേഴ്സ് നിങ്ങൾക്ക് ഇവിടെയും കിട്ടും. ഞാൻ പറഞ്ഞില്ല, ഒരു പ്രോപ്പർ ഫ്ലാഗ്ഷിപ്പ് ഫീച്ചർ ഉള്ള സാംസങ് ഫോണാണ് നിങ്ങൾക്ക് ഈ പ്രൈസിൽ കിട്ടുന്നത്. വീഗൻ ലെതർ ബാക്ക്, IP68 റേറ്റിംഗ്, നല്ല ക്യാമറ പെർഫോമൻസ്, ഫാസ്റ്റ് ചാർജിങ്, 12GB RAM, 256GB സ്റ്റോറേജ് ഒക്കെ ഉള്ള നിങ്ങളൊരു മോട്ടോറോള ഫോൺ, അതൊരു ഓൾറൗണ്ട് മോട്ടോറോള ഫോൺ നോക്കുന്നുണ്ടെങ്കിൽ മോട്ടോ H50 Pro നല്ലൊരു ഓപ്ഷനാണ്. ഫ്ലിപ്കാർട്ടിൽ കിടപ്പുണ്ട്. 27,990 രൂപയാണ് ഓഫർ പ്രൈസ്. വിവോ ഈയിടെ ലോഞ്ച് ചെയ്ത ഒരു തകർപ്പൻ ഫോണാണ് വിവോ T3 Ultra. അതും വേണമെങ്കിൽ ചെക്ക്ഔട്ട് ചെയ്യാം. അങ്ങനെ ഭയങ്കരമായിട്ടുള്ള ഓഫർ പ്രൈസ് ഒന്നും വന്നിട്ടില്ല, പക്ഷേ ബാങ്ക് ഓഫർ ഒക്കെ കാണും. തീർച്ചയായിട്ടും ചെക്ക്ഔട്ട് ചെയ്യാം. ഈ രണ്ട് ഫോണുകളുടെയും ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്തിട്ടുണ്ട്, കണ്ടു നോക്കുക. 40,000 രൂപയുടെ താഴെയുള്ള ഐഫോൺ ഓഫർ, അതായത് ഒരുപാട് പേര് ഈ ഫ്ലിപ്കാർട്ടും ആമസോൺ സെയിലിന് വേണ്ടി കാത്തിരിക്കുന്ന ഐഫോണിന് വേണ്ടിയാണ്. സോ ഐഫോൺ 13 കിട്ടുന്നുണ്ട്. ഓഫർ പ്രൈസ് ജസ്റ്റ് ഓക്കെ ആണ്. ഞാൻ ആക്ച്വലി 35,000 രൂപയുടെ താഴെ പ്രതീക്ഷിച്ചിരുന്നു, ഈ 32,000 റുപ്പീസിൽ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ 37,999 ആണ് ഇറക്കിയിരിക്കുന്നത്. നിങ്ങൾക്ക് ഐഫോൺ തന്നെ വേണം, അതായത് 40,000 റുപ്പീസിന് താഴെ വേറെ ഒരു ഫോണും വേണ്ട, ഐഫോൺ തന്നെ വേണമെന്നുണ്ടെങ്കിൽ വാങ്ങിക്കാം. പക്ഷേ ലേറ്റസ്റ്റ് ഐഫോൺസ് വെച്ച് നോക്കുമ്പോൾ ഒരുപാട് ഡിഫറൻസസ് ഉണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ആ നോച്ച് ഉണ്ട്. ഓക്കെ, പില്ല് അല്ലെങ്കിൽ ഡൈനാമിക് എലമെന്റ് ഒന്നും വരുന്നില്ല, നോച്ച് ആണ്. ലൈറ്റ്നിങ് പോർട്ട് ആയിരിക്കും വരുന്നത്. പിന്നെ ഇതിന്റെ ക്യാമറ പെർഫോമൻസ് ആണെങ്കിലും ബാറ്ററി പെർഫോമൻസ് ആണെങ്കിലും ജസ്റ്റ് ഓക്കെ ആണ്. എന്നാൽ വീഡിയോന് വേണ്ടി നൈസ് ആയിരിക്കും. സോ നിങ്ങളൊരു വ്ളോഗർ ഒക്കെ ആണെങ്കിൽ ചെക്ക്ഔട്ട് ചെയ്യാം. സാംസങ്ങിന്റെ A55 കിടപ്പുണ്ട്. ഡീസന്റ് ഓഫർ പ്രൈസിലാണ് വരുന്നത്. പക്ഷേ 30,000 റുപ്പീസിന്റെ താഴെ സാംസങ് S23 FE കിടക്കുന്നതുകൊണ്ട് ഞാൻ അതേ റെക്കമെൻഡ് ചെയ്യുള്ളൂ. 37,999 രൂപയ്ക്ക് ഫ്ലിപ്കാർട്ടിൽ ഒരു കിടിലൻ ഓഫർ കിടപ്പുണ്ട്. അതാണ് സാംസങ് S23. അതായത് പ്രോപ്പർ ഫ്ലാഗ്ഷിപ്പ് സാംസങ് ഫോണാണ്. യെസ്, കോമ്പാക്ട് ഫോൺ ആയതുകൊണ്ട് ബാറ്ററി ബാക്കപ്പ് കുറവായിരിക്കും. ഒരു ലൈറ്റ് മോഡറേറ്റ് യൂസ് ഒക്കെ ആണെങ്കിൽ ഒരു ദിവസത്തെ ബാറ്ററി ബാക്കപ്പ് കിട്ടും. അതല്ല ഭയങ്കര ഹെവി യൂസ് ഒക്കെ ആണെങ്കിൽ 2 തവണ ചാർജ് ചെയ്യേണ്ടി വരും. പക്ഷേ സാംസങ്ങിന്റെ എല്ലാ ഫ്ലാഗ്ഷിപ്പ് ഫീച്ചേഴ്സ് ഇവിടെ വരുന്നുണ്ട്. പ്ലസ് ഗാലക്സി AI S23 സീരീസിലും സാംസങ് ഇറക്കിയിട്ടുണ്ട്. സോ ഗാലക്സി AI ഉള്ള എല്ലാ ഫീച്ചേഴ്സും നിങ്ങൾക്ക് ഈ ഫോണിൽ കിട്ടും. പിക്സൽ ഫാൻസിന് വേണ്ടി ഒരു ഗുഡ് ന്യൂസ് ഉണ്ട്. കഴിഞ്ഞ വർഷം ഗൂഗിൾ ലോഞ്ച് ചെയ്ത Pixel 8 ഉണ്ടല്ലോ, അത് അത്യാവശ്യം നല്ലൊരു ഓഫർ പ്രൈസിൽ കിട്ടുന്നുണ്ട്. നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ജിയോ യൂസേഴ്സിന് വേണ്ടി ചില സ്ഥലങ്ങളിൽ, അതായത് ഭയങ്കര നെറ്റ്വർക്ക് കുറവുള്ള ഏരിയാസ് ഒക്കെ ആണെങ്കിൽ അവിടെ ഇഷ്യൂ വരാൻ ചാൻസ് ഉണ്ട്. എയർടെൽ സിമ്മിന്റെ കൂടെ അങ്ങനെ ഭയങ്കരമായിട്ട് ഇഷ്യൂ ഇല്ല എന്നാണ് കേൾക്കുന്നത്. ഞാൻ ജിയോ സിമ്മിന്റെ കൂടെയാണ് Pixel 8 Pro യൂസ് ചെയ്ത് പിക്സൽ എക്സ്പീരിയൻസും അതിനോടൊപ്പം തന്നെ പിക്സലിന്റെ ആ ഒരു വളരെ നാച്ചുറൽ ക്യാമറ പെർഫോമൻസ് ഒക്കെ കുറഞ്ഞ പ്രൈസിൽ ആസ്വദിക്കാൻ നോക്കിയിരിക്കുകയായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഫ്ലിപ്കാർട്ടിൽ കിടക്കുന്ന Pixel 8 ചെക്ക്ഔട്ട് ചെയ്യാം. 34,499 രൂപയാണ് പ്രൈസ്. 50,000 രൂപയുടെ താഴെ 2 ഫോൺസ് ആണ് ഞാൻ കണ്ടത്. ഒന്നാണ് എല്ലാവരും കാത്തിരിക്കുന്ന iPhone 15. പക്ഷേ അത് 50,000 റുപ്പീസിന് താഴെ കിട്ടണമെങ്കിൽ എക്സ്ചേഞ്ച് ഓഫറും കൂടെ ആഡ് ചെയ്യണം. ഞാൻ ആക്ച്വലി പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ എനിക്ക് 50,000 റുപ്പീസ് താഴെ കിട്ടിയില്ല. കാരണം എൻ്റെ പിൻ കോഡിൽ ആ ഒരു എക്സ്ചേഞ്ച് ഓഫർ വാലിഡ് അല്ലായിരുന്നു. നിങ്ങളുടെ പിൻ കോഡ് ഇട്ട് ചെക്ക് ചെയ്ത് നോക്കുക. ഓക്കെ, എന്നാലും 55,000, 53,000, 52,000 റുപ്പീസിൽ കിട്ടും. ആ പ്രൈസിൽ നല്ലൊരു പർച്ചേസ് ആണ് iPhone 15. പ്രത്യേകിച്ച് നിങ്ങൾ ആപ്പിളിന്റെ ഐഫോൺ നോക്കുന്നുണ്ടെങ്കിൽ. കാരണം ഈ അടുത്തിടെ ഏറ്റവും അധികം അപ്ഗ്രേഡുകളോട് കൂടി വന്ന ഒരു നോൺ പ്രോ ഐഫോൺ ആണ് iPhone 15. ഷവോമിയുടെ ഫ്ലാഗ്ഷിപ്പ് ഫോണായ Xiaomi 14 ഉണ്ടല്ലോ, അതായത് Qualcomm Snapdragon 8 Gen 3 ചിപ്സെറ്റ് ഉള്ള Xiaomi 14 നിങ്ങൾക്ക് 47,999 റുപ്പീസിൽ കിട്ടും. നല്ല വാല്യൂ ഫോർ മണി പ്രൈസിലാണ് വന്നിരിക്കുന്നത്. നല്ല ക്യാമറ പെർഫോമൻസ് കിട്ടും. 50 മെഗാ പിക്സൽ പ്ലസ് 50 മെഗാ പിക്സൽ പ്ലസ് 50 മെഗാ പിക്സലിന്റെ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ആണ് വരുന്നത്. പലർക്കും ഡൗട്ട് കാണും, ഇത്രയും പ്രൈസ് കൊടുത്ത് Xiaomi ഫോൺ വാങ്ങിക്കണം. അത് നിങ്ങൾ റിവ്യൂസ് കണ്ടിട്ട് തീരുമാനിക്കുക. സ്പെസിഫിക്കേഷൻസ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ നല്ലൊരു പാക്കേജ് ആണ് Xiaomi 14. 50,000 റുപ്പീസിന്റെ മേളിലേക്ക്, അതായത് ഫ്ലാഗ്ഷിപ്പ് പ്രീമിയം സെഗ്മെന്റ് നോക്കിയാൽ യെസ്, സാംസങ്ങിന്റെ S24 ഉണ്ട്, S24 പ്ലസ് ഒക്കെ ഉണ്ട്. എന്നാൽ സാംസങ് അല്ലെങ്കിൽ ആമസോൺ ഒരു കില്ലർ ഡീൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് കഴിഞ്ഞ വർഷത്തെ ആൻഡ്രോയിഡ് കിങ് ആയ S23 Ultra നിങ്ങൾക്ക് 69,999 ഓഫർ പ്രൈസിൽ കിട്ടുന്നുണ്ട്. അടിപൊളി ഓഫറാണ് ഫോർ ഷുവർ. ഇനി കുറച്ചും കൂടി കുറഞ്ഞ റേറ്റിൽ നിങ്ങൾക്ക് പ്രോപ്പർ ഫ്ലാഗ്ഷിപ്പ് ഫോൺ, ഫ്ലാഗ്ഷിപ്പ് എക്സ്പീരിയൻസ് വേണമെങ്കിൽ OnePlus 12 ആക്ച്വലി 59,999 രൂപയുടെ ഓഫർ പ്രൈസിൽ കിടപ്പുണ്ട്. അതിനോടൊപ്പം തന്നെ OnePlusന്റെ തന്നെ Buds Pro 2 TWS ഈ ഒരു ഫോണിന്റെ കൂടെ ഫ്രീ ആയിട്ട് അവർ തരുന്നുണ്ട്. ഓക്കെ, സോ ചെക്ക്ഔട്ട് ചെയ്യുക തീർച്ചയായിട്ടും. നിങ്ങൾ ലേറ്റസ്റ്റ് iPhone 16 അല്ലെങ്കിൽ iPhone 16 Plus വാങ്ങാൻ നോക്കിയിരിക്കുകയായിരുന്നെങ്കിൽ ഒന്ന് വെയിറ്റ് ചെയ്യുക. കാരണം ഫ്ലിപ്കാർട്ടിൽ iPhone 15 Pro നിങ്ങൾക്ക് 89,999 രൂപയുടെ ഓഫർ പ്രൈസിൽ കിടക്കുന്നുണ്ട്. സോ തീർച്ചയായിട്ടും iPhone 16 Plus വെച്ച് നോക്കുമ്പോൾ ആ ഒരു എക്സ്ട്രാ നമ്മുടെ സംഭവം ഉണ്ടല്ലോ, എന്തോ അതിന്റെ പേര്, ക്യാമറ കൺട്രോൾ, അതൊക്കെ മാറ്റി വെക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും iPhone 15 Pro നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. സോ നിങ്ങൾ എന്തെങ്കിലും പർച്ചേസ് ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ, അതായത് ഓഫർ സീസണിൽ എന്തെങ്കിലും പർച്ചേസ് ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ അതിന് മുൻപ് ഈ ഒരു വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. വളരെ ഇമ്പോർട്ടൻറ്റ് വീഡിയോ ആണ്. അതായത് എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്യാൻ പാടില്ല എല്ലാം ഇവിടെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, സോ ചെക്ക് ദിസ് വീഡിയോ ഔട്ട്. ദിസ് യുവർ ഫ്രണ്ട് മിസ്റ്റർ Vivek signing off. Bye bye.